അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി. അതവർ നേരെ പോയിട്ട് പിടിച്ചോളും. ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ജില്ലയിലെ ഒരു എം.എൽ.എ ഇല്ലേനോ കോൺഗ്രസിന്റെ? എന്തേനോ അദ്ദേഹത്തിന്റെ പേര്? എൽദോസ്, എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തെ ഒരു എം.എൽ.എ വിൻസെന്റ്. അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? ഈ എം.എൽ.എമാരായിട്ടുള്ള ചിലര് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ അവർ ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ? രാഹുലിൻ്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്! നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 3 ദിവസമേ അവശേഷിക്കുന്നു. നമ്മുടെ നാട് വലിയ നേട്ടങ്ങളുടെ ഉയരങ്ങളുടെ ഒരു സുപ്രധാനമായ അടിത്തറ അത് അധികാര വികേന്ദ്രീകരണമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത്. പ്രാദേശിക സർക്കാരുകൾക്ക് പണവും അധികാരവും നല്ല നിലയിലാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടാണുള്ളത്. അധികാര വികേന്ദ്രീകരണം നല്ല രീതിയിൽ ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി നാടിൻ്റെ പുരോഗതിയുടെ ചാലകശക്തിയാക്കി പ്രാദേശിക സർക്കാരുകളെ മാറ്റുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നവംബർ 1 പ്രഖ്യാപിക്കപ്പെട്ട അതിദാരിദ്ര്യമുക്ത അവസ്ഥയാണ്. സർക്കാരത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നല്ല ആരോഗ്യകരമായ മത്സരമാണ് അതത് സ്ഥലത്തെ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തി. ഇതുപോലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുക എന്നത് തന്നെയാണ് നാം കാണുന്നത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം ഇവയെല്ലാം സംരക്ഷിക്കപ്പെടൽ വളരെ പ്രധാനമാണ്. അതിന് ഒട്ടേറെ വെല്ലുവിളികളാണ് രാജ്യമിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായ ബദൽ പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകത, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ബദൽ നയങ്ങൾ മതനിരപേക്ഷതയും മതനിരപേക്ഷതയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ കരുത്തു പകരുന്നവയാണ്. അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടിനുണ്ട്. അത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത അംഗീകരിക്കുന്നതുമാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഉള്ള സമീപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സ്വീകരിക്കേണ്ടത് എന്നതാണ് പൊതുവെ മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന. ഇപ്പോൾ ഇവിടെ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നഗരത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആളുകളുടെ കൺമുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ആ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. സാധാരണ വികസനമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നഗരത്തിൻ്റെ വികസനത്തെയും നേരിട്ട് സ്പർശിക്കുന്ന മാറ്റമാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ ഇതെല്ലാം കേരളത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കും. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും അവിടങ്ങളിൽ ഇത് പകർത്തുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയുമാണ്. നമ്മുടെ വലിയ തോതിൽ അഭിമാനമായി മാറിയ ഒട്ടേറെ പദ്ധതികൾ
ഈ നഗരത്തിൻ്റേതായി സ്വന്തമായിട്ട്. അതിലൊന്നാണ് വിശപ്പ് രഹിത നഗരമെന്ന സ്വപ്നം സമൃദ്ധിയറ്റ് കൊച്ചി എന്ന ജനകീയ ഭക്ഷണശാലയിലൂടെ യാഥാർത്ഥ്യമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചേരികളിൽ ജീവിതം നയിച്ചിരുന്ന, അങ്ങേയറ്റം ദുരിതപർവം താണ്ടിയിരുന്ന തുരുത്തിയിലെയും PNT കോളനിയിലെയും സഹോദരങ്ങൾക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഫ്ലാറ്റുകൾ ഉയർന്നത് നാം കണ്ടതാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സ്മാർട്ട് റോഡുകൾ, മൂന്നാമത്തെ റോറോ വെസൽ, തമ്മനം പുല്ലേപ്പടി റോഡ് വികസനം ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. വർഷങ്ങളായി കൊച്ചിയുടെ ശാപമായി നിലനിന്നതായിരുന്നു വെള്ളക്കെട്ട്. അതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യ മല തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്ത് നമ്മുടെ ബ്രഹ്മപുരത്തെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവന്നതും, അതേപോലെ തന്നെ എറണാകുളം മാർക്കറ്റിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമൊക്കെ അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് ആളുകൾ കാണുന്നത്. MK അർജുനൻ മാസ്റ്റർക്കും മഹാകവി G ശങ്കരക്കുറുപ്പിനും ഉചിതമായ സ്മാരകങ്ങളൊരുക്കി സാംസ്കാരിക രംഗത്തും കൊച്ചി വളരുകയാണ്. ആധുനിക നഗരങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാൻ സാധിക്കും വിധം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നേറുകയാണ്. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ട്. പക്ഷേ ഈ ആമുഖത്തിൽ അതിലേക്കാകെ ഞാനിപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനും ഉണ്ടാവും. അതുകൊണ്ട് അതിനുള്ള അവസരം കുറക്കേണ്ടതില്ല എന്നതുകൊണ്ട് ആമുഖം ഞാനിവിടെ ചുരുക്കുകയാണ്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ പറ്റി വന്നാലും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. പക്ഷേ സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ദൈനംദിനം ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നാം കാണേണ്ട ഒരു കാര്യം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലല്ല, അവസാന വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്തുകയും ചെയ്യും. അങ്ങനെയും അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യപ്പെട്ടവരാണ്. ഏത് കാര്യങ്ങൾ? സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും, ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിൻ്റെ തൊട്ടു മുൻപായി പാർലമെൻറ്റ് മെമ്പർമാരുടെ ഒരു യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർന്നു. ആ യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്താ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംസ്ഥാനത്തിന് നേടാനുള്ള കാര്യങ്ങൾ, അതിൽ MPമാരെന്ന നിലക്ക് MPമാർ തുടർന്ന് നടത്തേണ്ട ബന്ധപ്പെടലുകൾ, അതിന് സഹായകമായ കാര്യങ്ങൾ, ഇതെല്ലാമാണ് അവതരിപ്പിക്കുന്നത്. അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച നടത്തും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ MPമാരും ഈ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നേരത്തെയെല്ലാം വല്ലാത്തൊരു സമീപനമായിരുന്നു. ഈ ലോക്സഭയിൽ ചെറിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. അതിൽ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എല്ലാവരും പ്രതിപക്ഷമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന വിവേചനപൂർവമായ നടപടികളെ എതിർക്കാൻ തയ്യാറായിരുന്നില്ല. പല കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് എതിർക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമായ നടപടിയായിരുന്നു. ഏതായാലും അവരുടെ ആളുകളുടെ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ ലോക്സഭയിൽ അത്തരമൊരു രീതി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. പൊതുവായ കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങൾ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടല്ലോ. അതാണ് ആവശ്യം. നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ച് എല്ലാവരും കൂടി ശബ്ദമുയർത്തുന്ന നില ഈ ലോക്സഭയിൽ എല്ലാ അംഗങ്ങളും സ്വീകരിക്കുന്നത്. നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപായി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളെന്ന് പറയുന്നത് അവർ കേരളത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. ആ പ്രവർത്തനം ഏറിയും കുറഞ്ഞു ഇപ്പോൾ വിവിധ തലങ്ങളിൽ MPമാർ നടത്താറുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ രാജ്യസഭ CPMൻ്റെ നേതാവെന്ന നിലക്ക് ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എം പിമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളൂ. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ കാര്യം പാർട്ടിയും തീരുമാനിക്കേണ്ടതാണ്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതിൽ ചിലർ അത് ഗവൺമെൻറ്റിൻ്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ്. പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലേ, പിടിയിലാവുമെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ. പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ, അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാൾ ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കപ്പെട്ടിനോ? ഈ MLA-മാരായിട്ടുള്ള ചിലർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ അവർ ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ? രാഹുലിൻ്റെ കാര്യം നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ? അല്ല, ഇതൊക്കെയാണല്ലോ ഞാനും പറഞ്ഞത്. അതിന് ശേഷമുള്ളതാണല്ലോ ഞാനും പറഞ്ഞത്. നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. പരാതി പരിശോധിച്ചാലേ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ. അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ? ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെ ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം, എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല, ചിലയിടത്തുണ്ടായല്ലോ മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ? ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ
ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെപ്പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നമുക്ക് ആ വിഷയം വിടാ കേട്ടോ, അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഓ, ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ പറയുന്നത് ഔചിത്യമല്ല, അത് നിങ്ങൾക്കറിയാലോ. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അത് ഇന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അതിൽ കാണേണ്ട ഒരു കാര്യം, ഹൈക്കോർട്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നത്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യവും അത് ഞാൻ പറഞ്ഞു. പറയും. തീർച്ചയായും ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഈ പറയുന്ന ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന്, മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഗവർണർ VC ആയി നിയമിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. നിർദ്ദേശമനുസരിച്ചാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേയില്ല. എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കോടതി ആലോചിക്കേണ്ടതാണ്. ഇന്ന് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം വരട്ടെ, അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. ഓ അല്ല, അത് ഗവർണറുടെ കൂടുതൽ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നത് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇവിടെ ചോദിച്ച കാര്യം അദ്ദേഹം സർവീസിലിരിക്കുന്ന ഒരാളാണെന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ IAS റിട്ടയേർഡാണ്. അപ്പോൾ റിട്ടയേർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പലതരത്തിൽ സേവനം നടത്താൻ അദ്ദേഹം അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു ഭാഗം വന്നത് ഇദ്ദേഹവും
ബോർഡ് അംഗങ്ങളും തമ്മിൽ എന്തോ അസ്വാരസ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹത്തെ ബോർഡ് അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്നൊരു മനുഷ്യനാണല്ലോ ജയകുമാർ. നമുക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹം പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണല്ലോ. കാരണം നിഷ്പക്ഷമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരാളാണ്. നല്ല കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നിർവഹിക്കും. അതിൽ നല്ല ചടുലതയും ഉണ്ടാകും. അപ്പോൾ നല്ല നിലക്ക് തന്നെ ഈ കാലയളവ് അദ്ദേഹത്തിൻ്റെ സേവനം ശബരിമലക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ അവസാനം പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. അതിലൊന്നായിരിക്കാം ഇത്. ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് അവർക്കേ അറിയാവൂ, നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇത് വളരെ പരിഹാസ്യമായിപ്പോയി. കാരണം ഈ കിഫ്ബിക്കെതിരെയുള്ള നോട്ടീസ് എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായൊരു കാര്യമാണ്. കിഫ്ബി എന്തിനാണ്? ഞങ്ങളത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി അന്ന് 2016 തന്നെ കിഫ്ബി വരുമ്പോൾ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കിയ കാര്യമുണ്ട്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബദൽ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് നമ്മളതിനെ കണ്ടിരുന്നത്. ഫലപ്രദമായത് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ആ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന നില വന്നത്. ഇപ്പോൾ അത് 90,000 കോടി കടന്നു നിൽക്കുകയാണ്. അത്തരമൊരു സ്ഥാപനം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചു എന്നതിൻ്റെ മേലെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2 കൈയും ഉയർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. ആ കിഫ്ബി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങളിൽ നിന്ന് അണുകിട വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും കിഫ്ബി ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ അവസാന ഭാഗത്തുള്ളതുപോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്ന് മാത്രമേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അല്ല, ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ. ഇന്നതെല്ലാം ചെയ്യുമെന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണല്ലോ. അതിനാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളുള്ളത്. ആ നിയമവ്യവസ്ഥ ഇപ്പോഴും ഇല്ലാതായിട്ടില്ലല്ലോ. സ്വാഭാവികമായും ആ നിയമവ്യവസ്ഥയുടെ മുന്നിൽ സർക്കാരും കിഫ്ബിയും എടുക്കാൻ പോകുന്ന നിലപാട് ഇതാണ്. ഞങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ്. ഒരു ലംഘനവും ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതാണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, അത് സുന്നി വിഭാഗങ്ങളായാലും മുജാഹിദ് വിഭാഗങ്ങളായാലും ഇവരെല്ലാം കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ്. ഈ പറയുന്നവർ മഹാഭൂരിഭാഗവും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDFന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ. ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ ശ്രീ MN കാരശ്ശേരി പറയുന്നത് കേൾക്കാനിടയായി. അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഈ നിലപാടിനെ ആക്ഷേപിക്കുന്നതായി കണ്ടത്. എന്താ കാരണം? കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സാധാരണ പ്രകടിപ്പിക്കുന്ന ആളെല്ലാവരും അദ്ദേഹം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആപത്ത് തിരിച്ചറിയുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരായവരടക്കം ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ഹിന്ദുത്വ എങ്ങനെയാണോ ഹിന്ദു മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്. ഇതാണ്
ശ്രീ എം എൻ കാരശ്ശേരിയും ഇന്നലെ പറയുന്നതായി കണ്ടത്. ഹിന്ദുത്വക്ക് ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്നത് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് സാധാരണഗതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് നാം കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ മുസോളിനി പ്രാചീന റോമിൻ്റെ പാരമ്പര്യം, ഹിറ്റ്ലർ ആര്യവംശ പാരമ്പര്യം, ഇതെല്ലാം ഇളക്കി വിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ. അതിന് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ മതാത്മകമായ ദേശീയത ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു ഭാഗത്ത് ഒരേ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നോക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദമാണ് ഇവർ എല്ലാവരുടെയും അടിസ്ഥാനം. അതിനൊരു അടിസ്ഥാനമായ ആശയ പരിസരം ഈ നിലയിലാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. മതം നിയന്ത്രിക്കുന്ന പരമാധികാര ഭരണകൂടം, അതാണ് ഇവരെല്ലാം സ്വപ്നം കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് മൗദൂദി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കുതുബത്ത് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ജനാധിപത്യത്തെയും ആധുനിക പൗരനിയമങ്ങളെയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാനും മൗദൂദി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മതത്തെ രാഷ്ട്രമായി നിർവചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മതഭരണകൂടം സ്ഥാപിക്കണമെന്നും അതിനായി രക്തസാക്ഷിയാവണം എന്നുമാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. മൗദൂദിയൻ ആശയങ്ങൾ അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞതാരാ? അത് ഇസ്ലാം മതപണ്ഡിതന്മാർ തന്നെയാണ്. അവർ ഉറച്ച സ്വരത്തിലാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം 1947 ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. അതോടെ അതേവരെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും രണ്ടായി. മൗദൂദി പാകിസ്ഥാനിലേക്ക് കുടിയേറി. പാകിസ്ഥാനിൽ വേറുറപ്പിക്കാൻ അഹമ്മദീയ മുസ്ലിങ്ങളെ ഇസ്ലാമിൻ്റെ ശത്രുവായി അവതരിപ്പിച്ച് അവർക്കെതിരെ അവിടെ വിദ്വേഷം കുത്തിയിളക്കി. 1953 ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അഹമ്മദീയ മുസ്ലിങ്ങളെ ക്രൂരമായി വേട്ടയാടുന്ന നിലയുമുണ്ടായി. അഹമ്മദീയ മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി അവരെ കലാപത്തിലൂടെ വംശഹത്യ നടത്തുകയും അവരുടെ സ്വത്തുവകകൾ കയ്യേറുകയും ചെയ്തു. പിന്നീട് ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ മൗദൂദിക്ക് കോടതി വധശിക്ഷ തന്നെ വിധിക്കുകയുണ്ടായി. പിന്നീട് ശിക്ഷ ഇളവ് കിട്ടി. അഹമ്മദീയ വംശഹത്യയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് മുനീർ കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയ്തികൾ ഇസ്ലാമിക വിരുദ്ധവും അതിക്രൂരവും ആണെന്ന് വിലയിരുത്തി. ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്താൻ നേതൃത്വം നൽകിയത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വർഷങ്ങൾക്ക് ശേഷം 2013 യുദ്ധക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. പുറമേക്ക് വിരുദ്ധപക്ഷമായി തോന്നും, പക്ഷേ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ കത്തിച്ച് പരസ്പര സഹകരണത്തിൻ്റെ സാധ്യതകൾ തേടിയവരാണ് രണ്ടു കൂട്ടരും. മതരാഷ്ട്രവാദത്തിലൂന്നിയ പ്രസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് 2011 ഏപ്രിൽ 18-നാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തവരിൽ ജമാഅത്ത് പരിവാറിൽ പെടാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചടങ്ങിൽ ആശംസ അർപ്പിച്ച ആ വ്യക്തിയുടെ പേര് ഡോക്ടർ ജെ കെ ജെയിൻ എന്നായിരുന്നു. BJP ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷൻ. അതിന് 5 മാസങ്ങൾക്ക് മുൻപ് 2010 നവംബർ 12-ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി ഇതേ ജെ കെ ജെയിൻ നൽകിയ പത്രപ്രസ്താവന ഇന്നും BJPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഡൽഹി രാംലീല മൈതാനത്ത് ഗരീബി ഹടാവോ റാലി നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുമതി നിഷേധിച്ച UPA സർക്കാരിനെതിരായിരുന്നു. BJP ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ്റെ പ്രസ്താവന അതായിരുന്നു. RSSുമായി ഈ അടുത്ത കാലത്തു കൂടി രഹസ്യ ചർച്ച നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. 2023-ലായിരുന്നു ആ ചർച്ച. ഇക്കഴിഞ്ഞ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ ബന്ധം രാജ്യം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയും
BJPയും ഒരുമിച്ച് CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ അവിടെ ആകാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ ജനങ്ങൾ അവിടെ CPMനോടൊപ്പം നിന്നു. തരിഗാമി വിജയിച്ചു. RSS BJP പിന്തുണയിൽ മത്സരിച്ച ജമാഅത്ത് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ പൊതുശത്രു ഇടതുപക്ഷവും CPIയുമാണ് എന്നതിൻ്റെ ഏറ്റവും ഉറച്ച ദൃഷ്ടാന്തമായിരുന്നു തരിഗാമിക്കെതിരെയുള്ള അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്. തരിഗാമിയുടെ വിജയം മറ്റാരേക്കാളും ജമാഅത്തെ ഇസ്ലാമിക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും BJPയെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. അതിനെതിരെ അവരുടെ അണികളിൽ തന്നെ ഉയരുന്ന എതിർപ്പുകൾക്ക് അവർ ചെവി കൊടുക്കുന്നുമില്ല. എങ്ങനെയും 4 വോട്ട് സമ്പാദിക്കാനാകുമോ? ആ ഒറ്റ അജണ്ടയിൽ നാടിൻ്റെ സമാധാനവും മതനിരപേക്ഷ പാരമ്പര്യവും പണയം വെക്കുകയാണ് UDF ചെയ്യുന്നത്. അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ അണികളിൽ മഹാഭൂരിഭാഗം ഇതിനെല്ലാം എതിരാണെങ്കിലും കുടപിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കാണാൻ കഴിയുന്നത്. ആ മോഹങ്ങൾക്ക് ആർക്കെങ്കിലും അതിരിടാൻ പറ്റുമോ? അതെ, എന്താ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. മനസ്സിലാക്കാം. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ. ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞത് കൊണ്ട് പറയുകയാണ് ഞാൻ. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. VD സതീശൻ എന്ന ഒരു വ്യക്തിക്ക് അറിയുമോ എന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ആ സംരക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. ആ വിവരം കൊടുത്താൽ നേരെ പിടിക്കാനും പറ്റും. അതായത് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് കൊടുക്കാൻ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ MB ഗംഗാധരനും TK ഹംസയും മത്സരിച്ചപ്പോൾ MB ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. ആ 2 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പരമയോഗ്യൻ MB ഗംഗാധരനാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കി. അങ്ങനെയാണ് MB ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്നത്. അതായത് എല്ലാ ഘട്ടത്തിലും UDFന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത്യപൂർവം ചിലയിടങ്ങളിൽ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് എവിടെയെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടാകും. പക്ഷേ പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പോലും അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ LDFന് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സ് വന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം മാത്രമാണിത്. സർക്കാർ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ പൊതുവിതരണ രംഗം വളരെ ശക്തിപ്പെടുത്തുന്നത്. വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ 15,000 കോടിയിൽ പരം രൂപയാണ് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. മില്ലുടമകൾ നിസ്സഹകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു ബോധപൂർവം നിസ്സഹകരിക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായി നെല്ല് സംഭരണം കൃത്യമായി നടത്താനാവണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിൽ മാതൃകാപരമായി ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ആദ്യമേ തന്നെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അവിടെ സഹകരണ സംഘങ്ങൾ സന്നദ്ധമാണ്. സഹകരണ സംഘങ്ങൾ മുഖേന നെല്ല് സംഭരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നെല്ല് സംഭരിച്ചതിന് ശേഷം ആ സംഭരിച്ച നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൂടി അറിവോടും സമ്മതത്തോടും അവരുടെ മേൽനോട്ടത്തിലും വ്യത്യസ്ത മില്ലുകളിൽ കൊടുത്ത് അരിയാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഏൽപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ആ നടപടികൾ തുറന്നു പോവുകയാണ്. എന്താ നോക്കണം, എന്താണെന്ന് എനിക്കറിയില്ല, നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജില്ലയിലെ ഒരു MLA ഇല്ലേനോ കോൺഗ്രസിൻ്റെ, എന്തേനോ അദ്ദേഹത്തിൻ്റെ പേര് എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തൊരു MLA വിൻസെൻ്റ്, അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ. ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. CM ഇവിടുന്ന് നമ്മളെ താഴെ അല്ല, നമ്മുടെ 57ാം സ്ഥാപകത്തിന്റെ ഭാഗമായ കേക്കും ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വളരെ എന്താ പറയുക, വളരെ വാർത്താധിഷ്ഠിതമായ ഒരുപാട് ചോദ്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമപ്രവർത്തകരെ കാണാൻ തുടക്കത്തിൽ തന്നെ എറണാകുളം പ്രസ് ക്ലബ്ബിനെ തെരഞ്ഞെടുത്തതിലുള്ള മുഖ്യമന്ത്രിയോടുള്ള
എറണാകുളം പ്രസ് ക്ലബിന്റെ ഈ കമ്മിറ്റിയുടെ പേരിൽ ഒരു നന്ദി ഒരു താഴേക്ക്